ജ്യൂസ് കട മയക്കുവരുന്ന വെച്ചോ. Love you. Who is it? Thank you. നീ ബോബ് മാർലിയുടെ ടീഷർട്ട് സിന്തറ്റിക് വെക്കൂലടാ. സാറേ സാറിന് Wrong guy. പോയെന്നാ തോന്നണേ. ആള് മാറിപ്പോയെന്നാ. Mar. ഞാൻ ഇതൊന്നും അല്ല മെയിൻ ആയിട്ട് വിൽക്കണേ. പിന്നെ ഹൈഡ്രോഫോണിക്കാ അതെന്താണ്? ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ, മെയ്ഡ് ഫ്രം പ്യൂറസ്റ്റ് ഫോം ഓഫ് മർജുവാന. നിന്റെ Marjuana बेच रहा है ये बंदा. भाई. സാറേ ഇവന്മാരുടെ പേരൻസ് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ അവിടെ നിൽക്കാൻ പറ, നമുക്ക് സ്കൂളിൽ പോവാം. സ്കൂളിൽ നിന്നല്ല എല്ലാം തുടങ്ങിയത് അല്ലടാ. भाभी की चुप रहा. എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ? भाई डायलॉग अच्छा बोला. I loved it. Okay. Good. But Thailand. വാവ് നൊസ്റ്റാൾജിയ. क्या? ये नॉस्टैल्जिया. I mean, और स्मेल भी कर रहा है. old days. smell good old days. I mean, okay, suits yourself. But I just want to tell you. Yeah, that was I talking about. Why the toilet is the most controversial place in school, colleges. You know, भाई ऐसी जगहों पे ना बहुत कुछ गलत चीजें भी लिखी रहती हैं. अरे बाप रे. ഇന്നലെ ഇവിടെ നടന്നു വന്ന് സാർ കണ്ടില്ലായിരുന്നല്ലോ. യുദ്ധമായിരുന്നു യുദ്ധം. Zero. പിള്ളേര് മൈനറാണ്, കേസൊന്നും എടുക്കാൻ പറ്റൊന്നുമില്ല. മൈനറാ കൊടും ക്രിമിനലുകളാ അവര്. अच्छा. പ്രായം നോക്കാതെ പിടിച്ച് അകത്തിടണം. വളർത്തി വിട്ടേക്കുന്നു. 4 അക്ഷരം പഠിപ്പിച്ചു टेरेबल टीचिंग नहीं बोलेंगे. हाँ, टेरेबल टीचिंग नहीं बोलेगा. പിള്ളേരെ നന്നാക്കാൻ അറിയില്ലേ പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് കയറി വരുന്നത്? പുസ്തകത്തിലുള്ള പഠിപ്പിക്കാനാ ഞങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നത്. അല്ലാമാര് കള്ളു പിടിച്ചോ കഞ്ചാവ് പിടിച്ചോന്നോ നോക്കാനല്ല. പുസ്തകത്തിലുള്ളത് പഠിക്കുകയാണെങ്കിൽ പുസ്തകം പഠിച്ച് വീട്ടിൽ വെച്ച് പഠിച്ചാൽ പോരെ. വേഷം കെട്ടി ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? പിള്ളേര് ക്ലാസ്സില്ലാത്തപ്പോ എവിടെ പോണോ എന്തിനു പോണോ എന്നൊക്കെ നമുക്കെങ്ങനെ അറിയാം? സാറേ അവർ വീട്ടിൽ വെച്ച് ഇതൊന്നും ഉപയോഗിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. സ്കൂളിൽ വെച്ച് ഉപയോഗിക്കുന്നത് ഞങ്ങളും കണ്ടിട്ടില്ല. പിന്നെ ഇവന്മാർ എവിടെ വെച്ച് ഉപയോഗിക്കുന്നത്? അതന്വേഷിക്കാനല്ലേ പോലീസ്. അങ്ങോട്ട് ചോദിക്കും. പിള്ളേര് അവിടെ പോണേ ഇങ്ങോട്ട് പോകണം നോക്കിയിരിക്കില്ല പോലീസിന്റെ പണി. പോലീസിന് പിന്നെ എന്തോ പണി? വളവിൽ പമ്മി ഇരുന്ന് सब एक दूसरे पे नाम डाल रहे हो क्या भाई? क्या चल रहा है यहाँ पे? हैं? നീക്ക് കേറ്റി സാമാൻ എന്താന്ന് നിനക്കറിയടാ? കുട്ടേട്ടൻ വന്നപ്പോ നമ്മള് നിന്റെ കുട്ടേട്ടൻ കുറച്ച് പച്ച ചാണകം മാറി തന്നാ നീ वही तो exactly. നിനക്കൊക്കെ തിരിച്ചറിവാനേ Do you have any shame, भाई? ആരെങ്കിലും മിഠായി കൊടുത്താലും ബിസ്ക്കറ്റ് കൊടുത്താലും തിന്നൂല്ലോ. So true. एक बच्चे को भी बोला जाता है कि भाई स्ट्रेंजर से दूर रहो, उससे कुछ चॉकलेट टॉफी मत खाओ. ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. मेरी तरफ से भी एक और. ആരൊക്കെ ഉപദ്രവിച്ച എന്തൊക്കെ ചെയ്തു വല വല വിടടാ. ഇതൊക്കെ ഉപയോഗിക്കുമ്പോ Thank God he's alive. ബാഹുബലിയാണെന്ന് നിനക്ക് തോന്നും. പക്ഷെ ബോധമുള്ളമാരും ഉമ്മാർക്ക് പ്രാന്താന്ന് പറയുള്ളൂ. I'm happy to see him alive यार. I don't think कि वो जिंदा होगा था. मुझे ऐसा नहीं लगा था वो जिंदा होगा. ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടി. नहीं നാളെ കാശ് കൊടുത്ത വേണ്ടി I'm happy അപ്പൊ about വീട്ടിൽ it. മോഷിക്കാൻ തുടങ്ങും. ഇനി വീട്ടിൽ നിന്നിട്ടില്ലെങ്കിൽ നാട്ടിലിറങ്ങി മോഷിക്കും. കാശിന് വേണ്ടി പിടിച്ചു പറിക്കും, വെട്ടും കുത്തും ആളെയും കൊല്ലും. ഇപ്പൊ ഈ നിൽക്കുന്ന ഇപ്പുണ്ടല്ലോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ കോടതി വരാന്തയിലോ നിൽക്കും. അതിനധികം സമയമൊന്നും വേണ്ടി വരില്ല. ഇപ്പൊ പിടിച്ച് പോരാത്തതിന് സ്കൂളിൽ നിന്ന് കേസ് കൂടി തന്നിട്ടുണ്ട്. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കിയവന്മാരെ ഇനി ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. മദറിന് ഉറപ്പുണ്ട് ഇവന്മാര് മാത്രമാണ് ഇവിടെ ഡ്രഗ്സ് ഉപയോഗിക്കണെന്ന്. वही तो ഈ സ്കൂളിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ പല കുട്ടികളും ഇവന്റെ ഡ്രഗ്സ് വാങ്ങിച്ച് हो ഉപയോഗിക്കുന്നത്. सकता है. അതല്ലെങ്കിൽ ഈ മാതിരി തല്ലുപിടി ഉണ്ടാവോ? മനോജ് സാറിന്റെ തലക്കേ 8 സ്റ്റിച്ചാണ്. ജീവൻ പോവാഞ്ഞ ഭാഗ്യം. അയാൾക്കത് കിട്ടണം. എന്നെ തള്ളിയപ്പോ വലിയ ഡയലോഗ് ആയിരുന്നല്ലോ. മുജീബ് സാറിനെ തല്ലിയത് പിള്ളേരാ, പക്ഷെ എന്നെ തല്ലിയത് ഇവരല്ല. Oh यार ये बंदा बड़ा क्यूट है. I love him. कैसे बिन्नर बोलेगा तो और अभी कैसे? Not filing. പിള്ളേര് പരീക്ഷ എഴുതട്ടെ. Let them write the exam. We need these kind of teachers. നാളെ ആരെങ്കിലും കൊല്ലും. അപ്പോഴും പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാ മതി. भाई तुम लोग ने इसके सर पर बैट क्यों नहीं मारा यार? अगर मारना ही था तो इसको मार देते यार. लेकिन वो बीच में थोड़ी ना है. താൻ ഇത്ര ആള് തല്ലിലോ എന്നിട്ട് അവന്മാര് നന്നായോ?
അടിക്കാതെ പിന്നെ എല്ലാ പ്രശ്നത്തിനും അവസാനം പിള്ളേരെ പിടിച്ച് തല്ലിയാതില്ലോ. वही तो, हर problem के मारने से solve होगी. ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥി ഇമാതിരി സാഹചര്യങ്ങൾ എങ്ങനെ എത്തുന്നു? ഇതിനെപ്പറ്റി ഏതെങ്കിലും സാറുമാരെ അന്വേഷിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് പാരൻസ് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സ്കൂൾ വിട്ടിട്ട് വൈകിട്ട് വീട്ടിൽ പോയി എന്താ ചെയ്യാറ്? വീടിൻ്റെ അടുത്ത് ഫുട്ബോൾ കളിക്കായിരുന്നു സാറേ. ഇപ്പം ഇല്ല. അതെന്താ ഇപ്പൊ കളിക്കാത്ത? ബോള് बॉल एग्जैक्टली നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിക്കൂടെ? जब बच्चे खेलते हैं ना तो ये सब चीजों में इन्वॉल्व नहीं होते. फील्ड में देखो क्या चल रहा है उनके ग्राउंड में. ट्रू यार, दिस इज ट्रू. हमारे अभी ऐसे ही होता है. സ്കൂൾ ഗ്രൗണ്ട്. സ്കൂൾ ഗ്രൗണ്ട് So relatable. मेरे स्कूल में भी ऐसे ही होता था भाई. പിള്ളേരെ കളിക്കുന്ന ഗ്രൗണ്ടിലാണ് സ്കൂൾ ബസ് ഇടാൻ. പിന്നെ ഗ്രൗണ്ടിലല്ലാതെ പുറപ്പുറത്തോണ്ട് ഇടാൻ പറ്റുമോ? ബസ് ഇട്ടില്ലെങ്കിൽ അയാൾ സമ്മതിക്കില്ല. ഫുൾ ടൈം പിള്ളേരുടെ പുറകെ വടിയായി പോയി അടിച്ചോടിക്കും. Exactly. രീതി. എടോ സാറേ, പിള്ളേർക്ക് ഗ്രൗണ്ട് കളിക്കാനുള്ളതാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് ബസ് ഓടിച്ച് കളിക്കാനുള്ളതല്ല. കളിച്ചടക്കേണ്ട പ്രായത്തിൽ ഗ്രൗണ്ട് അടച്ചു കൂട്ടിയിട്ട് പിള്ളേരെ കളിക്കാൻ സമ്മതിക്കാതെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൊടുക്കാതെ എവിടെയെങ്കിലും അടങ്ങി ഒതുക്കി ഇരിക്കാൻ പറഞ്ഞാൽ അവരെന്തെങ്കിലും മത്സരിച്ച് എവിടെയെങ്കിലും പോയിരിക്കും. സിന്തറ്റിക് ആവും. അവന്റെ അമ്മൂമ്മയുടെ भाई I love this guy. This guy is going so deep. പോലീസ് കേസ് ഇതുവരെ ये कोई समझता ही नहीं है एक्चुअल में. തോക്കം വാങ്ങിച്ച് സ്കൂളിൽ കയറുമായിട്ട് പൊട്ടിക്കും. അതും ഈ കേരള കണ്ടി വരും. അന്നേ നിങ്ങളിതൊക്കെ തിരിച്ചറിയുള്ളൂ. കേട്ടോ? He's on point, bhai. He's on point. നിങ്ങൾ എന്തെങ്കിലും മാങ്ങാത്തലൂടെ ചെയ്യുന്നുണ്ടോ? സാർ അങ്ങനെ അധിക്ഷേപിക്കരുത്. കുട്ടികളുടെ ആത്മീയവും ഭൗതികവുമായ വികാസത്തിൽ ഊന്നി തന്നെയാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. क्योंकि आप बता ना फिर क्या करता है वही एग्जैक्टली. രാവിലെയും വൈകിട്ടും ഞങ്ങൾ മുടങ്ങാതെ പ്രയർ ചൊല്ലിക്കാറുണ്ട്. बस ബെസ്റ്റ്. സാർ വിചാരിക്കുന്നവരല്ല, ഒരു മതത്തിന്റെ മാത്രമൊന്നുമല്ല, എല്ലാ മതത്തിന്റെ പ്രാർത്ഥനകളും ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ ഓരോ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? പ്രാർത്ഥിക്കാനാണെങ്കിൽ ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ട് വന്നോ, വല്ല പള്ളിയിലോ അമ്പലത്തിലോ പോയിരുന്നാ പോരെ. എന്നാ പിന്നെ പൊങ്കാലയും പള്ളിപ്പെരുന്നാളും ഉറൂസും കൂടി സ്കൂളിൽ വെച്ചെടുത്താ കുട്ടികളെ സ്കൂളിലേക്ക് വിടണത് അറിവ് നേടാനും സ്വന്തം I love this guy bhai. I salute है bhai, दिल से salute है. We need these kind of police അത് അവര് നോക്കിക്കോളും. bhai. We need പിന്നെ നിങ്ങളുടെ ജോലി പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കൽ മാത്രമല്ല, स्कूल में नॉलेज एक्वायर करने आते हैं भाई. ये सब दिखा के तुम अपने आप को ये नहीं बता सकते कि you are developing their character skills. യെസ് മദർ. നീ ഈ സ്കൂളിലല്ലേ പഠിച്ചത് മനു പി സദാശിവൻ? പൂർവ്വ വിദ്യാർത്ഥി. स्कूल का पास आउट है. എന്നിട്ട് താൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? തന്നെ കണ്ടാ പറയില്ലല്ലോ ഇതാണ് പണിയെന്ന്. പിന്നെ മദർ എന്ത് വിചാരിച്ച് നട്ടുച്ചയ്ക്ക് ജാക്കറ്റും വലിച്ചേറ്റി ഹുഡി ഇട്ടിട്ട് മാസം കാണിച്ച് ഹലോ ഓഫീസർ ഡ്രഗ്സ് വേണമെന്നും പറഞ്ഞ് ചോദിക്കുന്ന ഓർത്തോ? ഇതേപോലെ സിമ്പിൾ ആയിട്ട് പെണ്ണ് കാണാൻ പോണ ചെക്കനെ പോലെ ആയിരിക്കും വന്നിരിക്കണത്. हाँ यार, शक्ल से बहुत सिंपल दिखता है ये, वैसा है नहीं. ഉള്ളവന്മാരാ സാറേ പിള്ളേർ വഴിതെറ്റിക്കുന്നത്. ഇപ്രാവശ്യത്തേക്ക് അവസാനത്തെ ഒരു അവസരം പോലെ സാർ ഒന്ന് ക്ഷമിക്കേ. ഇവനോടോ? അല്ല, എൻ്റെ മോൻ്റെ കാര്യം. ഇനി അവരങ്ങനെയൊന്നും ചെയ്യില്ല. ഇതൊന്നും ഒരിക്കൽ വായിച്ചാൽ പിന്നെ നിർത്താനൊന്നും പറ്റത്തില്ല, പ്രത്യേകിച്ച് അവന്മാരെ പോലെ കുരുത്തക്കണ്ടമാർക്ക്. ഇനിയിപ്പോ നിർത്തിയാൽ തന്നെ വീണ്ടും ഉപയോഗിക്കാതിരിക്കാനുള്ള ക്യാരക്ടർ ഉണ്ടോ? ഇല്ല. तू कैसे बोल रहा है यार? ये बंदा कुछ भी बोलता जाता है. ഇങ്ങ് വാ സാറേ. हाँ भाई, इसकी क्लास ले यार, इसकी क्लास ले थोड़ी सी. ചുമ്മാ ചിരിക്കും സാറേ. स्माइल भाई. एक मलयाली को सबसे ज्यादा जो पसंद नहीं है ഫുൾ കറയുള്ള ഈ കാണുന്നതാണ് ചൗന്നിരിക്കണത്. മുറുക്കാൻ എല്ലാരും ചോദിക്കാറില്ലേ? ഇത് ലഹരിയൊന്നും അല്ലല്ലോ. ഈ നിസ്സാരമായ മുറുക്കാൻ സാറിന് എടുത്താൻ പറ്റാനുള്ള അല്ലേ? बड़ों को देख के बच्चे सीखते हैं. മുറുക്കാനും സിന്തറ്റിക്കും കൂടെ കമ്പയർ ചെയ്യണോ? നമ്മുടെ കാലത്ത് പെട്ടിക്കടയിൽ മുറുക്കാൻ കിട്ടിയിരുന്ന പോലെ സിന്തറ്റിക് കിട്ടിയിരുന്നെങ്കിൽ. ये तो बहुत पहले से सुना है भाई मैंने. जो बड़े करते हैं वो बच्चे देख के सीखते हैं भाई. സാറ് പിള്ളേരുടെ കാര്യം നോക്കിയാൽ മതി, നമ്മുടെ കാര്യം നോക്കാൻ നമുക്കറിയാം. മുജീബ് സാറെ പെണങ്ങല്ലേ? സാറിന് ഇങ്ങനെ എന്റെ പേരറിയാം? സാറ് പിള്ളേരുടെ ഇടയിൽ ഭയങ്കര ഫേമസ് അല്ലേ? അത് പിന്നെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു സാറേ, നമ്മുടെ പിള്ളേർ നിന്നാണ്, അത്രേ ഉള്ളൂ. അത് പിള്ളേർക്കും അറിയാം.
അതിന്റെ സ്നേഹം അവർ പറ്റുന്ന രീതി കാണിക്കും, അത്രേ ഉള്ളൂ. अच्छा love. മുജീബ് സാറല്ല ഹേഴ്സ്. പിന്നെ उसकी हंसी देखो. गॉड അവന്മാരോട് പറ്റുന്ന രീതിയിൽ അവർ സ്നേഹം കാണിച്ചിട്ടുണ്ട്. this is the way they are showing the love. भाई मजा आ गया, संतोष സാധനം കൊള്ളാം. क्या बोलते, खुशी हो गई. അത് പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ പൊള്ളി. ഇതുപോലുള്ള അധ്യാപകന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാ ഈ സ്കൂൾ ഇല്ലാതാക്കുന്നത്. എടാ തന്നെയല്ല കഴിഞ്ഞ മാസം വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് ഞാൻ പെറ്റടിച്ചത്. അതുമാത്രമല്ല സാറേ പ്രശ്നം. പിന്നെന്താ പ്രശ്നം? ഒരു പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിന് എന്താ കുഴപ്പം? പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം എന്താ കുഴപ്പം? വെറുതെ അനാവശ്യം പറയാൻ കരുത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാ ക്ലാസ് കട്ടിയ സിനിമയ്ക്ക് പോയത്. വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? പിള്ളേരാകുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറ്റും. അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താതെ അവരെ കുറ്റപ്പെടുത്തി നാണം കെടുത്തി वही humiliate करते हैं literally. പറ, suicide करने के लिए force करते हैं. എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആര് സമാധാനം പറയായിരുന്നു? It all triggers, you know that. പ്രശ്നം ഇവളുമാരി ഒരുങ്ങി കെട്ടി വരുന്നത് തന്നെ ആമ്പിള്ളേരെ കാണിക്കാനാണ്. അതെ ലേഡി ടീച്ചറെ, ഈ ഒരുങ്ങി വന്ന് എന്താ കുഴപ്പം? അല്ല സാറിന് എങ്ങനെ എന്റെ പേരറിയാം? എനിക്ക് ലേഖ ടീച്ചറിന്റെ പേര് പറയാ. इसका भी नाम लिखा है क्या? എന്താ സാറേ അങ്ങനെ ഒരു ടോക്ക്? ഞങ്ങൾ രണ്ടുപേരെയും കുറിച്ച് സത്യവിരുദ്ധമായ അവന്മാരെന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും അറിയണല്ലോ സാറേ. ടീച്ചർ അത് കാണണ്ട, കാണാതിരിക്കുന്ന നല്ലത്. അതെന്ത്? അതെ Oh god. क्या हो गया? ചിഞ്ചു എങ്ങനെ ഇത് അറിഞ്ഞാണ്ടല്ലോ. Oh. ഞാൻ പിന്നെ ജീവൻ അവിടെ കാണില്ല. भाई मुझे मजा आ रहा है. I'm very happy भाई. I'm good. I'm feeling good. വെറുതെ പിള്ളേരെ കൊണ്ടാണ് ഇതും പറയിപ്പിക്കാൻ. ബിൻ സാറേ ദേ വെള്ളം കുടിച്ചത്. Why I love this police officer. പിള്ളേര് നിങ്ങളെ കുറിച്ച് ഗോസിപ്പ് പറയും. നിങ്ങളെ കണ്ടാണ് അവരും പഠിക്കണേ. പിന്നെ മൂത്രപ്പുരയിൽ പേരില്ലാത്ത ഒരേ ഒരാളുള്ളൂ. പിള്ളേരോട് സ്നേഹത്തിൽ പെരുമാറുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവരോട് ഇടപഴകുന്ന മനോജ് സാറിന്റെ പേര്. ഇനി ഇമാതിരി സാധനങ്ങൾ വാങ്ങിച്ചടിക്കരുത്. समझाओ भाई. സാറാണ് നിങ്ങൾ അറിയില്ല സാറേ. നന്നായി. സാറ് ഞങ്ങളോട് ക്ഷമിക്കണം. സാരമില്ല. देखा, they are good भाई. Just treat them well भाई. They will be. ലൈസൻസ് സമാധാനം കളയാനായിട്ട്. क्या हो गया अभी सैलन को? സാറേ ഡ്രിപ്പ് തീർന്നോ ബ്ലഡ് കയറിപ്പോണു. എങ്ങോട്ട്? ആ ഈ കെയറിങ് ഒന്നും ഞാൻ ഗ്രൗണ്ടിൽ കണ്ടില്ലല്ലോ മോനെ. നിങ്ങളുടെയൊക്കെ സാറുമാർ നിങ്ങളോട് ക്ഷമിക്കുമായിരിക്കും. പക്ഷെ ഇവിടുത്തെ നിയമത്തിനും കോടതിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നീയൊക്കെ വലിച്ചും കുടിച്ചും കയറ്റിയിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അറിയാമോ? എടാ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഹൈയൊക്കെ ഇല്ലേ? കെട്ടിറങ്ങുമ്പോൾ ലോ ആവും. പിന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണമെന്ന് തോന്നും. പിന്നെ ഇത് അഡിക്ഷൻ ആവും. ശരീരവും മനസ്സും മാത്രമല്ല സാമാനം വരെ അടിച്ചു പോകും. പിന്നെ ഇതൊക്കെ തൂക്കിയിട്ടുണ്ട് നടക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യത്തിനും ഉപകരിക്കൂല. നീയൊക്കെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് എൻ്റെ മുമ്പിൽ നടക്കും. പിന്നെ എടാ പറയുന്നതെല്ലാം തലയിൽ കയറണ്ടോ മണ്ടന്മാരെ? മനസ്സിലാവണ്ടോ? അവസാനം കിളിയും പോയി പരസ്പര ബന്ധമില്ലാണ്ട് ड्रग लेने के बाद है ना सब थोड़ी देर के लिए परमानेंटली तुम्हारा है ना सोल्यूशन निकल जाता है. लेकिन जब वो नशा उतरता है ना तब सब दिखने लगता है कि oh shit we are again in this reality. ഈ സ്കൂളിൽ തന്നെ പിന്നെ ബസ് ഇടാൻ വേറെ സ്ഥലം നോക്കിക്കോളാം. നാളെ 2 പോലീസുകാരെ ഞാൻ ഇങ്ങോട്ട് വിടും. ഗ്രൗണ്ടിൽ പിള്ളേരെ കളിക്കണമെങ്കിൽ ലൈവായിട്ട് കാണണം കേട്ടോ. क्या बात है, I love you. ഈ സ്കൂളിൽ നിന്ന് ഇനി ഒരു കുട്ടി ഇതുപോലത്തെ ഒരു കേസിൽ പോലീസിനെ കിട്ടിയ വീട്ടുകാർ മാത്രമല്ല പ്രിൻസിപ്പൽ മണി അടിക്കാൻ DVSP ഓഫീസിന് മുമ്പിൽ ഒന്ന് ഇറന്നേക്കും. മനസ്സിലായോ? മനസ്സിലാവും സർ.